ഇന്ന് ഞാനൊരു സാഹസത്തിനൊരുങ്ങാണ്. അതായത് കൊച്ചി വരെ ഡ്രൈവ് ചെയ്ത് പോവാണ്. ആ വണ്ടിയിൽ നിസാം മൈക്രയിൽ ആദ്യമായിട്ടാണ് 8.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇവിടുന്ന് അവിടം വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ പോവാണ്. ദുബൈയിലേക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്, അതായത് 600 കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് 6 മണിക്കൂർ കൊണ്ട് എത്തും. ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു പിടിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ അക്ഷയ ഒരു കാര്യമില്ലാണ്ട് കൊച്ചിയിലേക്ക് എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ചുമ്മാ വണ്ടിയിൽ വരുന്നുണ്ട്. നാളെ അവൾ ട്രെയിനിന് തിരിച്ചു വരും. കഴിഞ്ഞ ദിവസം ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ സമതൊക്കെ പറഞ്ഞു കൊച്ചിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം അവിടെ നിൽക്കുന്നില്ല, ഞാനൊരു 6-7 ദിവസം നിൽക്കുന്നുണ്ട്, അപ്പോൾ സ്വന്തം വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം തോന്നി അങ്ങനെ വേണ്ടായിരുന്നു, ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ വെച്ചപ്പോൾ ചീത്ത പറഞ്ഞു. എന്നാൽ പിന്നെ എങ്ങനെയും പോയേക്കാന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് ഇറങ്ങുകയാണ്. ഉച്ചക്ക് 12 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ എനിക്ക് ഇന്ന് അടുക്കളയിലാണ് ഫുഡ്. അപ്പം അതിൻ്റെ വക ചൂടോടെ അപ്പൊക്കെ ഉണ്ടാക്കുന്ന അക്ഷയ. വീട്ടിൽ ആരുമില്ല. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് പോണ്ടത്. ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കഴിക്കേണ്ടി വരും. കടലക്കറിയും വെള്ളയപ്പവും. അക്ഷയ വെക്കേഷൻ വരുമ്പോൾ മാത്രം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു മെനു ആണ് കേട്ടോ ഇത്. സായുജിന് ദോശയല്ലാത്തൊരു സാധനം കഴിച്ചിട്ട് വയറിളക്കാൻ പിടിക്കുമ്പോ. ഇന്ന് നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. നീ എന്തിനാ ഇപ്പം മീൻ പിരിക്കുന്നേ? അല്ല മീൻ പൊരിക്കുന്നേ, മീൻ പിരിക്കുന്നേ. നമ്മളിവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. മൊത്തത്തില് ബാർട്ടർ സിസ്റ്റം. ഇവിടുന്ന് മീൻ പൊരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു, അവിടെ എന്താണോ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് എടുത്തു തരുന്നു. ഓ ഇതുവഴിയായി. ഞങ്ങളപ്പോ എറണാകുളത്തൊക്കെ പോയിട്ട് വരാം. ഒന്നില്ല. അപ്പൊ ശരി, പോയിട്ട് വരാം. കൊച്ചിയിലേക്ക് ഏതാ വണ്ടി? അതെ ഈ വണ്ടി. അതാണ് പറഞ്ഞത് 8.5 മണിക്കൂർ ഡ്രൈവ്. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡ്രൈവ് ഈ വണ്ടി പോന്നേന്ന്. സൂര്യേട്ടാ പോവാ. ഇങ്ങനെയാണോ കൊച്ചി പോന്നെ? കൊച്ചി വരെ ഡ്രൈവ് ചെയ്തിട്ടല്ലേ പോകുന്നത്. ഇത് കൂടുതൽ മനോഹരമായി പോയോ? കൊച്ചി ഫ്രീക്കന്മാരുടെ സ്ഥലം പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഫ്രീക്കന്മാരുടെ സ്റ്റൈൽ. ഇതാണോ ഫ്രീക്ക്? ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുമ്പോ ഒരു സുഖമായിട്ട് ഡ്രൈവ് ചെയ്തോട്ട് വെച്ചിട്ട് ലുങ്കി എടുത്തിട്ട് ഇറങ്ങിയതാ. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ചായ ഒക്കെ കുടിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. അതിന് ഇതില് ചായ കുടിക്കുന്നതിന് ഇറങ്ങുന്നത് എന്താ? കോവലിന്റെ ഇതൊക്കെ കൊച്ചിയിൽ ഞാൻ കോവല് തടാറുന്നല്ല പോണേ. അതാ അമ്മ എടുത്ത് തവറൂലേക്ക് വെച്ചായിരിക്കും. പോകുന്നത് കൊച്ചിയിലേക്കാണെങ്കിലും ഗൾഫിലേക്ക് പോകുന്ന പവറുണ്ട്. നിന്റെ ബാഗും എന്റെ ബാഗും മാറിപ്പോരുത്. നീ നിന്റെ വീട്ടിലേക്കാ പോണേ. ലാസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നീ എടുത്തോണ്ട് പോയത്. ആദ്യമായിട്ട് ഇത്രയും ദൂരം ഓടാൻ പോവാണ്. നമ്മളിതുകൊണ്ട് തൃശ്ശൂർ വരെ പോയതല്ലേ ഉള്ളൂ. സൗദക്കാരുടെ കല്യാണത്തിന് അല്ലേ? 2 വണ്ടി. നിങ്ങളത് നൗഫൽ ഖാന്റെ വണ്ടിയിലായിരുന്നോ? ഓടിയിട്ടുണ്ടല്ലേ? ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓടിച്ചാടി വണ്ടിക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നവനാണ് നമ്മുടെ കുട്ടൻ. അതായത് ഇപ്പൊ പശു വന്നപ്പോ ഇതിന് മിസ്സിംഗ് ആയിരുന്നു. ഇപ്പൊ ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. അതിന് ശേഷം എല്ലാം ആടിപ്പാടി വരുന്നുണ്ടത്. ഈ വീട്ടിലെ ആൾക്കാരുടെ അതേ സ്വഭാവമാണ് തോന്നുന്നു ഇവിടുത്തെ നാൽക്കാലികൾക്കും. എന്തുവാടാ വീട്ടിൽ പോടാ. അടുത്ത വണ്ടി തിരിച്ചു പോകേണ്ട അവസ്ഥ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീടിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കുട്ടൻ പോയിട്ട് പുറത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കും. അപ്പൊ അതിനെ വീട്ടിൽ കയറ്റാൻ വേണ്ടിട്ട് തിരിച്ചു പോവാണ്. അയ്യോ അയ്യോ അത് ഓടി. അയ്യോ ഞാൻ സ്പീഡ് പോവാ. ഈ ഓടുമ്പോ അത് പായും. അടിപൊളിയായി. പിടിച്ചാ? പിടിച്ച് ഭാഗ്യായി. പശു വളയിൽ പോയി ഞങ്ങൾ എറണാകുളത്തേക്ക് ഇറങ്ങിയതാ. എന്നിട്ട് അതിന്റെ പുറകെ മാറ്റുക. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല. ഹാപ്പി ബർത്ത്ഡേ സാർ. ഹലോ, എന്നാ വണ്ടി വിട്. എന്നാ കവറാ എന്തോ സാധനം കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്നാ
ഉണ്ണിയപ്പം ഞാൻ ഇപ്പൊ കഴിച്ചിനുള്ളൂ. ഊള് ഉണ്ടാക്കിനായിരുന്നു. അയ്യവാ കൊടുത്തേ പോന്നിടത്തൊക്കെ ഉണ്ണിയപ്പം റെഡി. ഉണ്ണിയപ്പതാ മതി. ആ ഓക്കോട്ട് 2 എടുത്തിട്ടുണ്ട്. രമണിയേച്ചി വന്ന ഉണ്ണിയപ്പതാ. അതെന്താ കൈ ചാടായില്ല. അങ്ങനെ എറണാകുളത്ത് പോകുന്ന വഴിക്ക് നമ്മൾ അമ്മമ്മയുടെ വീട്ടിലെത്തി. ഇനി എറണാകുളം ബഹുത്തടുത്ത് അമ്മ ഫുൾ ഒളിച്ചിരിക്കലാണ്. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് അമ്മേനെ പിക്ക് ചെയ്തായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. എവിടെ ഇവരാരും അറിയില്ലേ? ഓടിവാ മോനെ, എന്താണ് പണി? ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ആണോ? ഞാൻ വെറുതെ പറഞ്ഞതാ. എന്റെ ബർത്ത്ഡേക്ക് വന്നതാ. നോക്കെ തുറന്നോക്ക് തുറന്നോക്ക്. നിങ്ങക്ക് എപ്പെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവല്ലോ, ആ ദിവസത്തേക്ക് വെച്ചതാ. 1948 കാണുന്നത്. 1 ഏപ്രിൽ 1 അതൊന്നല്ല. ഇത് തുറക്കാനൊന്നും കിട്ടുന്നില്ലല്ലോടാ. അമ്മ തുറന്നു കൊടുക്കമ്മേ. മാത്രം അത് കെട്ടിട്ട് നടക്കൂലേ? എത്ര വാച്ചാ വേണ്ട. ഇടക്കടെ കെട്ടി നടക്ക്. എടാ അക്ഷയ നട്ട് വളർത്തി പൂടിപ്പിച്ച ചെടി ഞാൻ നട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, വളർത്തില്ല അമ്മയായിരിക്കും. അമ്മയുടെ സ്പെഷ്യൽ ചോറ് കറികളൊക്കെയാണ് ഇത്. അക്ഷയ അന്നു പൊരിച്ചു കൊണ്ടുവന്ന മത്തി, അതിലും വലിയ മത്തി അയിലയാണ്. അയില ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ പരിപ്പ് കറി, പിന്നെ അമ്മ മീൻകറി, ചമ്മന്തി, കാബേജ്, അച്ചാറ്, പപ്പടം, റിച്ച്. മത്സ്യക്കറി ഇനിയുണ്ട്, സാധനം ഉണ്ട്, തീർന്നില്ല, ഐറ്റംസ് തീർന്നില്ല. മത്സ്യക്കറി ഓൾറെഡി വെച്ചിട്ടുണ്ടോ അമ്മ? അതല്ലേ സെറ്റ്. എനിക്ക് മതിയാ. നൈസായിട്ടുണ്ട്. അത് കെട്ടിട്ട് പറഞ്ഞോ കേട്ടോ. ഇനി അത് സൂക്ഷിച്ചു നോക്കണ്ട കേട്ടാ. പിന്നെ ഏതെങ്കിലും കാലത്തേക്ക് എന്തെങ്കിലും വേണ്ടിട്ട് സൂക്ഷിച്ചു നോക്കണ്ട. അമ്മ അതിന്റെ കട്ടി കുറച്ച് കൊടുക്കണേ. 2 എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയാവും. അത് നല്ല രസമുണ്ട്. നിങ്ങളാ ബ്ലാക്ക് കെട്ടണ്ട, ഇങ്ങനത്തെ കെട്ടിയാൽ മതി. കളറുണ്ട്. സായുജിന്റെ വീട്ടിൽ നിന്ന് അന്നേരം വന്നിട്ട് ഐശ്വര്യം ഉണ്ട് പോലും. പിന്നെ അങ്ങ് പോയേർത്ത് അവിടുന്ന് അവര് പറഞ്ഞു പോലും നല്ല ഐശ്വര്യമുള്ള അമ്മമ്മ തന്നെ. അതെന്നിട്ട് സായുജ് ഫോണ് വിളിച്ചെടുത്ത് ഓള് പറഞ്ഞതായിരിക്കൂലേ. അപ്പൊ പോകാം മോളെ, ഞങ്ങക്ക് വേറെ രാജ്യത്തെത്തണം. നിങ്ങൾക്ക് വീട്ടിലെത്തിയാ മതി. ഞാൻ പോകും മകളെ, പോകാം. ബാ. അല്ല, ഞാൻ ഉറങ്ങാണ്ടിരിക്കാനാണ് നീ എന്റെ കൂടെ വരുന്നതെന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇത്രയും തിന്നിട്ട് നീ വണ്ടി ഇരുന്നിട്ട് ഉറങ്ങലും ഞാൻ നിന്നെ നോക്കിക്കൊണ്ട് പൊക്കുമായിരിക്കും. എള്ളുണ്ടായിരിക്കാം. ഇങ്ങനെ നിങ്ങൾ ആർജേശ്വരി വ്ളോഗ്സ് വോയിസ് കമാൻഡ് കൊടുക്കുമ്പോഴാണ് യൂട്യൂബിൽ കിട്ടല്. ഒന്നും എടുത്ത് ന്യൂ ആർജെ സൂരജ് വ്ളോഗ്സ് ന്യൂ വീഡിയോ നടക്കും. ആർജെ സൂരജ് വ്ളോഗ്സ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ വന്നിട്ടോ സെറ്റല്ലേ? ഇപ്പൊ അമ്മമ്മ ചില്ലറക്കാരിയല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നോക്കുക? പൊളി. അത് നോക്കുമ്പോ കമന്റ് ലൈക്ക് കിട്ടോട്ടാ. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. പ്രൈവറ്റ് സ്റ്റോറി. നാളെ ഏതോ ഒരിക്കലും അമ്മ എന്റെ സെൽഫി ഒക്കെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അത് വാട്സപ്പിലല്ലേ? അല്ല, അത് അറിഞ്ഞിട്ടൊന്നല്ല. പ്രൈവറ്റിലെ സ്റ്റോറി ആയിപ്പോന്നതായിരിക്കും, മറ്റേ അറിഞ്ഞിട്ടൊന്നല്ല. അപ്പൊ എല്ലാവരോടും ബൈ ബൈ, ടാറ്റാ, സീ യു, ബൈ ബൈ. ശ്രദ്ധിച്ചിട്ട് അധികം സ്പീഡില് പോണ്ട. അപ്പൊ അടുത്ത ആഴ്ച എത്തുള്ളൂ. എടാ ഓക്കെ, ടാറ്റാ. സ്പീഡില് പോരേ, മല്ലേ പോണ്ടു. ശരി, ബൈ ബൈ. ഒരു എക്സൈറ്റ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ നമ്മളിപ്പോ ഡ്രൈവിംഗിൽ കവർ ചെയ്യാൻ പോവാണെന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മള് മയ്യില് വഴിയാ പോണേ. അമ്മയുടെ വീട് തവറൂൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ചെങ്ങളായി തവറൂല്. ശ്രീകണ്ഠാപുരം കഴിഞ്ഞ് ചെങ്ങളായി വന്ന് തവറൂല് കയറി അവിടുന്ന് കൊയ്യം എന്ന് പറയുന്ന സ്ഥലത്തുകൂടി മയ്യിലെത്തി. ഇവിടെ നിന്നാണ് നമ്മളിനി അടുത്ത കണ്ണൂരിലേക്ക്, തലപ്പറമ്പ് ടച്ച് ചെയ്യാണ്ട് കണ്ണൂരിലേക്ക് പോകുന്നത്. നമ്മളിതിനെ കണ്ണൂര് പോകുന്നത്. കണ്ണൂര് പോണ്ട, നമ്മള് കണ്ണൂര് പോവൂല. കണ്ണൂര് പോണ്ട, നമ്മള് ഇതുവഴിയാ പോവാ. കൂത്തുപറമ്പ് പാനൂര് വഴി നേരെ അങ്ങ് വടകര ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ. നല്ല രസമല്ലേ? വഴിയൊക്കെ അടിപൊളിയായിട്ട്. ബസ് അങ്ങനെ വരുന്നുണ്ട്.
പുതിയ ബസ്സാണോ? മോഹന 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 രാരീരോ നല്ല റോഡാ കേട്ടോ. നമ്മൾ ഇത്രയും നേരം കുണ്ടിലും കുഴിയിലും ഡും ഡും എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും എല്ലാ കുഴിയിലും കൃത്യമായി ഇറങ്ങിയിട്ടൊക്കെയാണ് ചേട്ടൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. നല്ല അടിപൊളി റോഡ് കാണുമ്പോ തന്നെ നല്ലൊരു സന്തോഷം. 8 മണിക്കൂർ 44 മിനിറ്റ് 299 കിലോമീറ്റർ. ഇപ്പൊ നമ്മള് കുടുക്കിമുട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പോവാ. ഇതിപ്പോ മണിയൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോവാ. എന്റെ ക്ലാസ്മേറ്റ്, എന്റെ ഡിഗ്രി മേറ്റ് അമലിന്റെ വീട് ഈ വഴിക്കാണ്. അവന്റെ 2 ഏട്ടന്മാരുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അവന്റെ കല്യാണത്തിന് വരാനും പറ്റിയിട്ടില്ല. അപ്പൊ അത് ഇവിടെയായിരുന്നു. ഇപ്പഴാ ഓർമ്മ വരുന്നത്. ഇവിടെ എവിടെയും കാണോ? ഈ വഴിയിൽ എവിടെയോ ആണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇറങ്ങിയ ചായ കിട്ടോ? ഇപ്പൊ ഈ നേരമില്ലാത്ത നേരത്തെ പൊക്കോണ്ട് നിൽക്കുമ്പോ എനിക്ക് ചായ പിടിക്കാൻ പോകാം. അവൻ തായ്ലൻഡിലെങ്ങാനുള്ളത്. എന്റെ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ ഇതാണ് അവന്റെ വീട്ടിലേക്കുള്ള വഴി. ഇതാണ് അവന്റെ സ്ഥലം. ഈ വഴി താഴേക്കുള്ളത്. കിട്ടി. അമലേ, ഞങ്ങൾ ഈ വഴി പോയിട്ടുണ്ടേ. അല്ല, വഴി തെറ്റി. സ്വാഭാവികം. നമ്മുടെ ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് കാണാൻ വന്നത് കേട്ടോ. ഇരിക്കൂറല്ല, ചാലോട് ബസ് സ്റ്റാൻഡ്. നമുക്ക് അവിടുന്ന് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആവണ്ട. നിങ്ങൾക്ക് വഴി മനസ്സിലാവാൻ വേണ്ടി നമ്മളിപ്പോ എന്താ ചെയ്തെന്ന് മനസ്സിലായോ? ശ്രീകണ്ഠാവിടുന്ന് ഒരു കാര്യം ഇല്ലാണ്ട് കുടുക്കിമുട്ട വഴി മറ്റേ അമലിന്റെ വീടിന്റെ അങ്ങോട്ടൊക്കെ ഒരു ആവശ്യമില്ലാണ്ട് പോയതാ. തിരിച്ച് നമ്മള് വീടിന് നമ്മളുടെ ഓപ്പോസിറ്റ് വഴിയിലെത്തി. ഇനിയിപ്പോ ചാലോട്, അഞ്ചരക്കണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നല്ലോ. ഒരാവശ്യം ഉണ്ടായിരുന്നു. നേരാമണ്ണം നമ്മൾ എപ്പോഴും പോകുന്ന വഴിക്ക് പോയാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് ഒരു JCB കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈവിന്റെ പോസ്റ്റർ നമ്മൾ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത മൂവി. അതിൽ നമ്മുടെ ലോഗോ ഉണ്ടാവല്ലോ. ലോഗോ ഇവിടെ നാട്ടിൽ ചതിച്ചു. എന്റെ മോനെ, അതിലിപ്പോ ആ കസേര സൈക്കിളൊക്കെ താഴേക്ക് വീഴുവോ? കെട്ടിയിട്ടൊന്നുമില്ല, വെറുതെ അങ്ങ് വെച്ചേക്ക. അവര് തിന്നൊന്നും തുടങ്ങിയ പരിപാടി ആയിരിക്കില്ല. ഐച്ചർന്നാണ് ഞാൻ പറയാറുള്ളത്. അതിന്റെ താഴെ നോക്കിയാ യു ഹെൽപ്ഡ് മീ സ്റ്റേ സ്ട്രോങ്, യു ചേഞ്ച്ഡ് മൈ ലൈഫ്. പുള്ളിക്കാരന്റെ ലവിനോട് പറയായിരിക്കും. എനിക്കൊന്ന് കോവിഡിനോട് അടിക്കുന്നു. കൊറോണയെ പറ്റിട്ട് എനിക്ക് പറഞ്ഞു യു ഹെൽപ്ഡ് മീ സ്റ്റേ സ്ട്രോങ് ആ സമയത്ത് ഉണ്ടായിട്ടില്ലേ. പിന്നെ യു ചേഞ്ച്ഡ് മൈ ലൈഫ്. കോവിഡിന്റെ സമയത്ത് എല്ലാവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്. ഭയങ്കര. ആ ചേട്ടൻ തടഞ്ഞത് ചോദിച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ശരിക്കും നിങ്ങൾ ചോദിക്കാൻ പോവാണോ? ഞാൻ ഓവർടേക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. ഇതല്ല പണി. ഞാൻ ഈ പരസ്യത്തിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അഞ്ചരക്കണ്ടി. ഈ രാവിലെ അച്ഛൻ ഇത് വെക്കില്ലേ, റേഡിയോ വെക്കില്ലേ, അപ്പൊ അതിൽ ഏതിന്റെയൊക്കെ അതിന്റെ അകത്ത് ഇങ്ങനെ അഞ്ചരക്കണ്ടി അത് സ്ഥാപനങ്ങളുടെ ബ്രാഞ്ചുകൾ ഇവിടെ ഉണ്ട്. അതെ. മമ്പറും അഞ്ചരക്കണ്ടി. ഇത് മമ്പർ 6 കിലോമീറ്റർ, തലശ്ശേരി 7 കിലോമീറ്റർ, അല്ല തലശ്ശേരി 17 കിലോമീറ്റർ, കൂത്തുപറമ്പ് 10 കിലോമീറ്റർ. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സമയം എത്രയാ? നമ്മളിപ്പോ സമയം 4:25. 12:26 കൊച്ചി എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ബാക്കി നമ്മള് രാത്രി 12:26 നട്ടപ്പാതിര 12:26 എത്തുന്ന പറയുന്നുണ്ടോ? അത് പക്ഷെ വിശ്വസിക്കണ്ട. നമ്മളതിന്റെ ഇടയ്ക്ക് എവിടെയൊക്കെ ഇറങ്ങും, ചായ കുടിക്കും, അങ്ങനെ. ഞാനൊരു 4 മണിയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ബ്ലോക്ക് അത് ഇത് 12:30 ഒന്നും എത്തും നിനക്ക് തോന്നല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ച സമയം തന്നെ ആയിരിക്കും കറക്റ്റ്. വീണ്ടും യു ടേൺ. അതെന്താ ആ വഴി എങ്ങോട്ടാ? അഞ്ചരക്കണ്ടി എങ്ങോട്ടുള്ളതായിരുന്നു? എങ്ങോട്ടോ നേരെ പോയാലും വഴിയുണ്ട്. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വെയിറ്റിംഗ് ഷട്ടറിന്റെ അടുത്തുനിന്ന് റൈറ്റിലേക്കുള്ള ഒരു വഴിയാണ് പറഞ്ഞേക്കുന്നത്. നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു സ്ഥലം. നല്ല ഈ ഒരു ടൗൺ ഇവര് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാ ടൗൺ? വാളാങ്കിച്ചാൽ. നല്ല രസാക്കിയിട്ടുണ്ട് അവര്. നമ്മളിപ്പോ പൊന്നം പാലത്ത് കൂടെ പോയിക്കൊണ്ട് നമ്മൾ ആക്ച്വലി മാഹിയിൽ എണ്ണ അടിക്കാനല്ലേ പോണേ. അതെ. പോകുന്ന വഴിക്ക് പെട്രോൾ ടാങ്ക് ഫുള്ളാക്കിയൊക്കെ വെച്ച്. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? ഐ മീൻ ഈ ഫോണിലൂടെ കാണുമ്പോ നല്ല രസമുള്ള വിഷ്വൽസ്. നല്ല തിരക്കാന്നല്ലോ. മുമ്പിൽ ഇത്രയും വണ്ടികളൊക്കെ കണ്ടാ. നമ്മളെന്ത് ജാഥയ്ക്ക് പോകും പോലെ അല്ലേ, ബാക്ക് ടു ബാക്ക്. മാഹി എന്ന് പറയുമ്പോ നമ്മള് മാഹി ടൗൺ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പന്തക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് എണ്ണ അടിച്ചിട്ട് അതുവഴി കയറുക ചെയ്യാം. ഒരിക്കലും നമ്മള് മാഹി ടൗൺ ടച്ച് ചെയ്യാറില്ല. വെൽക്കം ടു പന്തക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്. അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ ഒഫീഷ്യലി നമ്മള് മാഹിയിൽ കയറി. മദ്യഷാപ്പുകൾ നമ്മളെ എതിരേൽക്കുന്നു. മാഹിയുടെ ഒരു പ്രാന്തപ്രദേശത്താ വന്നേക്കുന്നത്. മാക്കുനി.
ഈ യാത്രയുടെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം കേട്ടോ. കാരണം ഇതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാലും നിൽക്കാൻ സാധ്യതയില്ല. സോ മാഹിയിൽ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി യാത്ര നാളത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാം. ബൈ.